കേരളം വൃദ്ധരുടെ നാടാകുന്നു. പി ജെയിംസ്. ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന 24 കണക്ട് പദ്ധതിയുമായി അമേരിക്കയിലെത്തിയ 24 ന്യൂസ് എഡിറ്റർ ഇൻ ചാർജ് പി ജെയിംസിന് റോക്ക്ലാൻഡിൽ പോൾ കറുകപ്പള്ളിയുടെ നേതൃത്വത്തിൽ സുഹൃത്ത് സംഘം സ്വീകരണം നൽകി. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ജെയിംസ് നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കേരളത്തിലിരുന്ന് എപ്രകാരമാണ് വിലയിരുത്തുന്നതെന്ന് വിശദീകരിച്ചു. യുഎസിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് നേരിടാൻ ജർമ്മനിയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുന്നു എന്ന വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ മുതലെടുത്ത് ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്നു, അവരൊക്കെ ഇവിടുത്തെ ടാക്സ് പേയേഴ്സിന്റെ കാശുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊരു ചിന്താഗതി ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നു. ഇത് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. അമേരിക്ക 1-ാം സ്ഥാനത്ത് എത്തിയതിനു പിന്നിൽ ഇന്ത്യയിൽ നിന്ന് വന്ന നിങ്ങളെപ്പോലുള്ള ആളുകളുമുണ്ട്. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും അമേരിക്കയിൽ ജനിച്ചവരല്ല, എന്നാൽ അമേരിക്കക്കെതിരെ വരുന്ന വിമർശനങ്ങളെ അതിശക്തമായി നേരിടുന്നവരാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ ഇവിടെ ഓരോന്നും നേടിയെടുക്കാൻ സാധിക്കും. സ്വന്തം വസ്ത്രങ്ങൾ മാത്രം കൊണ്ടുവന്ന് ഇവിടെ വരുന്നവർക്കും പിടിച്ചു കയറാൻ പറ്റും എന്നൊരു ഫീൽ ആണ് അമേരിക്ക ലോകത്തിന് നൽകുന്നത്. Today's headlines brought to you by Malabar Gold and Diamonds.